പ്രധാനമന്ത്രി മോദിയുടെ ജനപ്രീതി തകരുന്നു. എൻ.ഡി.എ സർക്കാരിന്റെ പ്രകടനത്തിലും കുറവ്. ഇന്ത്യ ടുഡേയുടെ പുതിയ സർവേയുടെ ഫലം പുറത്തുവന്നിരിക്കുകയാണ്. 2025 ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 14 വരെയുള്ള കാലയളവിലാണ് സർവേ നടത്തിയത്. 2,06,826 പേരുടെ അഭിപ്രായങ്ങളാണ് ഇതിൽ അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ 543 ലോക്സഭാ മണ്ഡലങ്ങളുമായി നടത്തിയ സർവേ ഫലമാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ വർഷം ഫെബ്രുവരിയിൽ പുറത്തുവന്ന സർവേയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി 62%. എന്നാൽ ഇപ്പോഴത്തെ സർവേയിൽ അത് 58% കുറഞ്ഞതായി വ്യക്തമാക്കുന്നു. 4% ഇടിവ് വലിയ തോതിൽ ഗൗരവമായി തോന്നാത്തതാണെങ്കിലും ജനപ്രീതിയിൽ വന്ന ഈ കുറവ് മോദിയുടെ 3ാം കാലാവധിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് പൊതുജനം നൽകുന്ന സൂചനയായി രാഷ്ട്രീയ വിശകലനർ കണക്കാക്കുന്നു. പ്രധാനമന്ത്രി മോദിയുടെ പ്രകടനം മികച്ചതാണെന്ന് വിലയിരുത്തുന്നത് 34.2% പേരാണ്. 23.8% പേർ നല്ലത് എന്നാണ് അഭിപ്രായപ്പെട്ടത്. അതേസമയം 12.7% പേർ ശരാശരി പ്രകടനമെന്നും 12.6% പേർ മോശം പ്രകടനമെന്നും 13.8% പേർ വളരെ മോശം പ്രകടനം എന്നുമാണ് പറഞ്ഞത്. ഫെബ്രുവരിയിൽ നടന്ന സർവേയിൽ 36.1% പേർ മികച്ചത് എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. അതായത് മികച്ചത് എന്ന് കരുതുന്നവരുടെ എണ്ണം അല്പം കുറയുകയും വളരെ മോശം എന്ന് കരുതുന്നവരുടെ നിരക്ക് ഉയരുകയും ചെയ്തിരിക്കുന്നു. സർവേയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ എൻ.ഡി.എ സർക്കാരിന്റെ പ്രകടനത്തിൽ പൊതുജന പിന്തുണ കുറയുന്നു എന്നതാണ്. ഫെബ്രുവരിയിൽ 62.1% പേരാണ് എൻ.ഡി.എ സർക്കാരിന്റെ പ്രകടനം നല്ലത് എന്ന് വിലയിരുത്തിയത്. എന്നാൽ ഇപ്പോഴത്തെ സർവേയിൽ അത് 52.4% കുറഞ്ഞു. അതേസമയം 15.3% പേർ സർക്കാരിന്റെ പ്രകടനത്തിൽ തൃപ്തിയോ അതൃപ്തിയോ ഇല്ലെന്ന് വ്യക്തമാക്കി. ഫെബ്രുവരിയിൽ ഇതേ വിഭാഗം 8.6% സർക്കാരിന്റെ പ്രകടനം മോശമാണെന്ന് അഭിപ്രായപ്പെട്ടവരുടെ ശതമാനം വലിയ മാറ്റമില്ലാതെ തുടരുന്നു. എന്നാൽ നല്ലത് എന്ന് കരുതുന്നവരുടെ വലിയൊരു വിഭാഗം മധ്യസ്ഥർ ആയി മാറിയതിൽ നിന്നാണ് എൻ.ഡി.എയുടെ ജനപ്രീതി ഇടിയുന്നതായി വിലയിരുത്തുന്നത്. മോദി സർക്കാരിന്റെ ജനപ്രീതിയിൽ ഇടിവ് സംഭവിച്ചതിന് പിന്നിൽ നിരവധി കാരണങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. സാമ്പത്തിക വെല്ലുവിളികൾ, വിലക്കയറ്റം, തൊഴിലവസരങ്ങളുടെ കുറവ്, കാർഷിക മേഖലയിൽ അനിശ്ചിതത്വം എന്നിവയിൽ പൊതുജനങ്ങൾക്കുണ്ടായ ആശങ്കകൾ, അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾ, അമേരിക്കയുമായി നടക്കുന്ന തിരുവാതർക്കം, അതിന്റെ ആഘാതം ഇന്ത്യയിലെ വിപണിയിൽ പ്രകടമാക്കുന്നത്, സംസ്ഥാനതല രാഷ്ട്രീയ പ്രശ്നങ്ങൾ. ഇന്ത്യക്ക് ചില സംസ്ഥാനങ്ങളിൽ ശക്തമായ പ്രതിരോധം നേരിടേണ്ടി വരുന്നു. അതോടെ കേന്ദ്ര സർക്കാരിന്റെ പ്രകടനം ദേശീയ തലത്തിൽ വിലയിരുത്തുമ്പോൾ ചിലർക്ക് നെഗറ്റീവ് ധാരണ രൂപപ്പെട്ടേക്കാം. ഭരണം, ജനസേവന മേഖലയിൽ തടസ്സങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കുന്ന സൗകര്യങ്ങളോടുള്ള ജനങ്ങളുടെ അതൃപ്തി. സർവേയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ മോദി ഇപ്പോഴും മുന്നിലാണ്. 51.5% പേരാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. എന്നാൽ 24.7% പേരുടെ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചു. ഫെബ്രുവരിയിലേതിനേക്കാൾ ചെറിയ വർധനയാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഇന്ത്യ കണ്ടിട്ടുള്ള മികച്ച പ്രധാനമന്ത്രി ആരാണ് എന്ന ചോദ്യത്തിൽ മോദിക്ക് 43.9% പിന്തുണ ലഭിച്ചു. ഫെബ്രുവരിയിൽ അത് 50.7% അതായത് മോദിയുടെ മികച്ച പ്രധാനമന്ത്രി എന്ന വിലയിരുത്തലിൽ വൻ കുറവ് വന്നതായി കാണാം. ഈ സർവേ പുറത്തു വന്നതോടെ രാജ്യത്തെ പ്രധാന പാർട്ടികൾക്കിടയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ബി.ജെ.പിയുടെയും എൻ.ഡി.എയുടെയും വിലയിരുത്തൽ ജനപ്രീതിയിൽ വന്ന കുറവ് ചെറുതാണെങ്കിലും തുടർച്ചയായി ഇടത്തരം ഇടിവുകൾ ഉണ്ടാകുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനിടയാകുമെന്നാണ്. രാഹുൽ ഗാന്ധിയുടെ പിന്തുണ അല്പം ഉയരുന്നതും എൻ.ഡി.എ സർക്കാരിനെതിരെ പൊതുജനങ്ങളുടെ അസംതൃപ്തി വർദ്ധിക്കുന്നതും കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളാണ്. ഡി.എം.കെ, ടി.എം.സി, എസ്.പി പോലുള്ള പ്രാദേശിക ശക്തികൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്ന് രാഷ്ട്രീയ വിശകലനക്കാർ കരുതുന്നു. സർവേയിൽ നിന്ന് വ്യക്തമാകുന്ന ടേക്കവേ ജനങ്ങൾക്ക് മോദിയിലും എൻ.ഡി.എ സർക്കാരിലും ഇപ്പോഴും ശക്തമായ പിന്തുണയുണ്ടെങ്കിലും ആ പിന്തുണയിൽ ചെറിയതാണെങ്കിലും തളർച്ച പ്രകടമാകുന്നതാണ്. 58% പിന്തുണ ഏതൊരു നേതാവിനും അഭിമാനകരമായ സംഖ്യ തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ സർവേയിൽ നിന്ന് 4% പോയത് സർക്കാരിനും പാർട്ടിക്കും മുന്നറിയിപ്പായി കണക്കാക്കാം. മോദിയും എൻ.ഡി.എ സർക്കാരും ഇപ്പോഴും ശക്തമായ നിലയിൽ തന്നെ ഉണ്ടെങ്കിലും പൊതുജനങ്ങളിൽ വളർന്നു വന്ന അസംതൃപ്തി രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് കാരണമാകാം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നേറുന്ന കാലത്ത് ഇത്തരം സർവേകൾ പ്രാധാന്യമർഹിക്കുന്നത് തന്നെയാണ്. സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.